അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകളെല്ലാം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മളുള്ള മക്കത്താണ്. മക്കയുടെ പേര് തന്നെ അൽ മദീനത്തുൽ ആസിമത്തുൽ മുഖദ്ദിസ എന്നാണ്. എന്താണ് മക്കന്റെ പേര്? അൽ മദീനത്തുൽ ആസിമത്തുൽ മുഖദ്ദിസ. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി ഹോളി പ്ലേസസ് എന്നാണ്. മുഴുവൻ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പ്രദേശങ്ങളുടെയും തലസ്ഥാനമാണ് മക്ക. മക്കത്തിന്റെ പേര് എങ്ങനെയാണ്? അൽ മദീനത്തുൽ ആസിമത്തുൽ മുഖദ്ദിസ. ഏറ്റവും പരിശുദ്ധമായ പ്രദേശങ്ങളുടെ തലസ്ഥാനമാണ് മക്ക എന്നാണ് മക്ക അറിയപ്പെടുന്നത്. ഈ മക്കയിൽ ഒരു മനുഷ്യൻ ഒരു ചെറിയൊരു ഇബാദത്ത് ചെയ്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 1,00,000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികൾക്ക് അറിയിച്ചു. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു. നമ്മുടെ കിതാബിൽ എത്ര സുബ്ഹാനല്ലാഹ് എഴുതും? 1,00,000. ഒരു തവാഫ് ചെയ്തു, ഒരു 2 റക്അത്ത് നിസ്കരിച്ചു, 2,00,000 നിസ്കരിച്ച പ്രതിഫലമാണ്. ഒരു ആയത്ത് ഓതി, 1,00,000 ആയത്ത് ഓതിയ പ്രതിഫലമാണ്. ഒരു ഖുർആൻ പൂർത്തീകരിച്ച് 1,00,000 പ്രാവശ്യം ഖത്തം പൂർത്തീകരിച്ച പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പക്ഷെ മക്കയിൽ ചെയ്യുന്ന തിന്മകൾക്കും ഇതേ കുറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ വരുന്നുണ്ട്, മക്കയിലെ ഒരാൾ തിന്മ ചിന്തിക്കുന്നത് പോലും കുറ്റകരമായിട്ട് പരിഗണിക്കുന്നുള്ളതാണ്. സാധാരണഗതിയിൽ തിന്മ ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമായിട്ട് പരിഗണിക്കില്ല. അല്ല, ഒരു നന്മ ചെയ്താൽ 700 വരെ പ്രതിഫലം നൽകും. ഒരു കുറ്റം ചെയ്താൽ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. എന്നാൽ മക്കയിൽ ഒരു കുറ്റം ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അൽഹംദുലില്ലാഹ് മറ്റുള്ളവർക്ക് നമ്മൾ തൊട്ടൊരു ഷർറ് ഉണ്ടാവാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് പോകുന്നത് ഈ ഹറമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്രങ്ങളും അൽഹംദുലില്ലാഹ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലാഹ് അത് ചെറിയൊരു ചതുര ആകൃതിയിലുള്ള ഒരു കെട്ടിടമാണെങ്കിലും അള്ളാഹുവിന്റെ പക്കൽ അതിന് ഏറ്റവും വലിയ ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ലോകത്തിൽ ആദ്യത്തെ ഭവനമാണ് ഈ കഅബ എന്ന് പറഞ്ഞത്. ഈ കഅബന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഖുറൈശ് ഒന്ന് ഓതിയിട്ട് നോക്കണം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീട്ടിന്റെ ഉടമസ്ഥനായ റബ്ബിന് അല്ലെ ഞാനിതാ ഈ ഇബാദത്ത് ചെയ്യുന്നത് നമ്മൾ പറയാണ്. എങ്ങനെയുള്ള റബ്ബാണ്? വഅത്അമുഹും മിൻ ജുഅൻ വആമനഹും മിൻ ഖൗഫ്. അല്ല, നമുക്ക് വിശപ്പൊക്കുമ്പോൾ ഭക്ഷണം നൽകുന്നത് ആ റബ്ബാണ്. നമുക്ക് എന്തെങ്കിലും പേടി അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ആ പേടി ഒഴിവാക്കുന്ന ആ റബ്ബാണ്. ആ റബ്ബിനെ ആരാധിക്കുന്ന ആ റബ്ബിന്റെ ഭവനമാണ് ഏത്? ഈ കഅബ എന്ന് പറയുന്ന ഭവനം. അൽഹംദുലില്ലാഹ് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഈ കഅബയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ചൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഒരാൾ അൽഹംദുലില്ലാഹ് ഹറമിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ കഅബയിലേക്ക് വന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഒന്ന് അള്ളാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആയെ നിരാകരിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹ് സ്വീകരിക്കും ആ ദുആയെ. അല്ല, എന്തെല്ലാം നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുണ്ടോ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കണമെന്നുള്ളതാണ്. സാധാരണ ഉലമാക്കൾ പറയും എന്തൊക്കെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹു മക്കയിലേക്ക് കൊണ്ടുവന്നു, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. അള്ളാഹു കഅബ കണ്ടു, നിന്റെ ലിഖായിനെ എനിക്ക് കാണണം. സംസം വെള്ളം കുടിച്ചു, നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു ഞങ്ങൾക്ക് നൽകണം. വീണ്ടും ഉലമാക്കൾ പറയും പല അവസ്ഥകളിലും മനുഷ്യൻ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു പോകും. ആ അവസ്ഥകളിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹു ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. ഖബറിലെ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നീ എന്നെ ഒഴിവാക്കണം. വലത് കൈയിൽ നാളെ കിതാബ് നൽകണം. സിറാത്ത് പാലം വേഗതയിൽ കടന്നു പോകണം. വിചാരണയില്ലാതെ, അല്ലെ, വിചാരണക്ക് നിർത്തിയാൽ മനുഷ്യൻ നാശമായി പോകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിചാരണയില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഈ യാത്ര അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കി തീർക്കുമാറാകട്ടെ. അല്ലെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ശിക്ഷകൾ ഒഴിവാക്കി തരുമാറാകട്ടെ. വലത് കൈയിൽ കിതാബ് നൽകുമാറാകട്ടെ. സിറാത്ത് പാലം വേഗതയിൽ കടന്നു പോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വിചാരണയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ.